ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കിച്ചണല്ല കേട്ടോ, ഷാജൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു തലേ ദിവസം. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഉച്ചാമ്പഴത്തെ പരിപാടിയിലാണ് കേട്ടോ. നമ്മുടെ കോഴി പാർട്സ്, ചിക്കൻ പാർട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് നേരെ കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്തൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെട്ടം വിളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പീസും കാര്യമൊക്കെ കാണിക്കാം. എനിക്കിന്ന് വെറുതെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറയണതൊക്കെ വെള്ളി വെട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്സൊക്കെ റെഡിയായി. ചരണി ഞാനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കുളി നേരത്തെ കഴിഞ്ഞു, ഇവരുടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് എപ്പോഴും പോകാറുണ്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ മഴയുണ്ട്, നമ്മൾ എപ്പോൾ നോക്കിയാലും കർമ്മയിലേക്കാണ് കേട്ടോ പോവുക കറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കർമ്മയ്ക്ക്, ഇപ്പോൾ അമ്പുവാണെങ്കിൽ പറയുക കർമ്മയിൽ പോയാൽ മതി എന്നാ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ 4 വർഷം അവിടുത്തെ പരിസരത്ത് പറഞ്ഞ പോലെ ചോലയോ കുളമോ എന്തോ കാണാണ്ട് നമുക്ക് മീൻ പിടിക്കാനൊക്കെ പോവാം. അപ്പോൾ വേഗം ചോറിൻ്റെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് എല്ലാവരും, എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ 3-4 ആളായിട്ടായിരിക്കും. ഒരുപാട് ആൾ എൻ്റെ വീട്ടിൽ ചെന്നാലും എനിക്ക് ഇഷ്ടം കേട്ടോ. എവിടെ ആണെങ്കിലും എനിക്ക് ഇഷ്ടം. എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടാവും, കലപില പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളൊരുപാട് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നേരം പോണത് അറിയില്ല. നമ്മളെ തന്നെ അങ്ങോട്ട് മറന്ന് നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ തോന്നില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഇവള് വന്നു കഴിഞ്ഞാൽ, ശരണി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഫുഡൊക്കെ വിളമ്പിയിട്ട് നമ്മൾ ചിക്കൻ പാർട്സും ചോറും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ദോശ ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ ചിക്കൻ കറി ഞാൻ അങ്ങോട്ട് നാളികേരൊക്കെ അരച്ച് നീട്ടിയിട്ടൊരു കറി ആക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് മട്ടളങ്ങി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. എനിക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. എനിക്ക് ഈ ടേബിളും ഇരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ. ഇങ്ങനെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അവിടേക്ക് താഴേക്ക് എവിടേക്കോ പോവാണ്. ഇതാണ് ഗൈസ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മന് മത്തിയായില്ല എന്നൊക്കെ പറയും. ഞങ്ങളിതിന് ഓമക്കായ അല്ലെങ്കിൽ പപ്പായ, മലപ്പക്കായ. മലപ്പുറത്ത് ഈ മരത്തിന് ഓമക്കായ എന്നാ പറയാ. നിങ്ങളുടെ നാട്ടില് ഇതിനെന്താണ് പറയാനുള്ളത്? ഓമക്കായ എന്നല്ല, കറുമത്തി. കറുമത്തി എന്ന് പറയും. ഇവര് രണ്ടാളും ഒരേ നാട്ടുകാരാ. പിന്നെ ഞങ്ങളെ വെറൈറ്റി കുടത്തിലുള്ള കറുമത്തിയാണ്. അല്ല പിന്നെ എന്താണ്? അപ്പൊ ഇതാ കണ്ണൻകുട്ടി ചോദിക്കണേ, നടക്കുകയാണോ നമ്മൾ ഇത്രയും ദൂരം എന്നാ ചോദിക്കണത്. അപ്പൊ അവൻ പറഞ്ഞ അല്ല, പറക്കുക, അല്ല നടന്നിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നടക്കണേന്റെ ഒരു ചടപ്പൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ നടക്കാൻ വേണ്ടി വലിയ മടിയാണ് കേട്ടോ. പോടാ അവിടുന്ന്. ഞാൻ പറയലുണ്ട്, ഇപ്പഴല്ല, അത് വോയിസിൽ നിങ്ങൾ ഈ ചിലപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ഇന്നെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നടക്കുന്നുണ്ടാവുക കേട്ടോ. ഞാനതങ്ങനെ അപ്പടല്ല നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ടപ്പേ തന്നെ പൊട്ടിക്കല്ലേ, അത് ഞാൻ പൊട്ടിക്കുമ്പോൾ പൊട്ടിയായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ പൊട്ടണില്ല കേട്ടോ. എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ? ഇതന്നല്ലടാ അത് തിന്നത് രസമുണ്ടോ? എനിക്കൊന്ന് തരൂ. ഈ ഒരു സാധനം ഞങ്ങൾ ചെറുതിലൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോണ സമയത്ത് പൂജുട്ടിക്കും പൊട്ടിച്ച് കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞോളൂ, ഞങ്ങൾ ആദിവാസികളെ കാണാൻ പോവാണ്. ഒരു ആദിവാസി ശരണ ചേച്ചിനെ ഉദ്ദേശിച്ച നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇങ്ങനത്തെ സ്ഥലം നമ്മളവിടെ ഇല്ല, അതുകൊണ്ട് അത് കണ്ണ ഇത് വീഡിയോ നിങ്ങള് കൊറേ ആൾക്കാര് മുന്നിൽ പോവാ. അല്ലല്ല എടുത്തോ എടുത്തോ. അയ്യോ നോക്കാദ്യം പോവോ? ഒരു പോക്കാണ് പോവോ അതിന്റെ ഉള്ളിക്ക്? ചിലപ്പോ പോക്കൂടാ. മറ്റത്തിലൊക്കെ അമ്മായി
ഞാനാക്കൊണ്ട പടത്തിലും അവിടെ കല്ല് പേടിയാവൂലേ സംഭവം കണ്ടു കഴിഞ്ഞാല് ഹൊറർ മൂവീസിലൊക്കെ ഉണ്ടാവില്ല. ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, ഇതൊരു ക്ലിപ്പോയ വ്ളോഗാവും കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ഡിമാൻഡ് അടിച്ച് ഞാൻ അവരുടെ അമ്മായിയാണ്. അപ്പം നമ്മൾ ആ ഒരു ഞാൻ അമ്മായിയാണ്, അപ്പം പിന്നെ അങ്ങനെ വിളിക്കാൻ പാടും, ഇങ്ങനെ നാറിയെന്നും പട്ടിയെന്നും എടി പൊടിയെന്നും ഒക്കെ വിളിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വെച്ചാൽ അതിന് അവർക്ക് എന്നോട് ബഹുമാനം ഇല്ല എന്നുള്ളതല്ല, നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ അവിടെ പോട്ടെ, ഇത് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇതിനെക്കാട്ടിലും രസം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടെന്ന് പറയുന്നത്. 18 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഇവിടേക്കാണ് ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതും, പക്ഷെ ഇങ്ങനൊന്നും സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണാനൊക്കെ നമ്മൾ വന്ന് ചോലയോ എന്തോ കാണാൻ, എന്താടാ ചോലയോ മീൻ പിടിക്കാൻ കുളം കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഇവിടെ അങ്ങോട്ട് നമുക്ക് വഴിയില്ല, അതൊന്ന് കാണിച്ചു കൊടുക്കേ ആ വഴി. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് പോരുന്നത്. നമ്മൾ പിന്നെ കാണുന്നവർക്ക് തന്നെ അറിയാം എവിടെ പോയാലും നമുക്ക് വഴിയില്ല പോവാൻ. ഞങ്ങൾക്ക് ഇങ്ങനെ ഊട്ടി കൊടൈക്കനാൽ മൈസൂർ പോകണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് തെണ്ടി തിരിഞ്ഞ് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പൊട്ടത്തരൊക്കെ കാട്ടി വീട്ടിലെത്തിയാൽ മതി. ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുക്കുറ്റിയാണ്. രാവിലെ നമുക്ക് കുരി തൊടാൻ വേണ്ടിയിട്ടില്ലേ, അപ്പോൾ അത് ഒരുപാട് കണ്ടപ്പോൾ അവിടുന്ന് പറിച്ചതാണ്. നല്ല ഇങ്ങനെ തഴച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം പറിച്ചു. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തപ്പി പിടിച്ച് നടക്കണം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലേ. കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മറ്റേ വലിയ ഓട്ടോയിലൊക്കെ ഫോട്ടോവണ്ടിയിലൊക്കെ കാണാം. കുറുന്തോട്ടി കുറച്ചുള്ളതൊക്കെ സൂപ്പറാവും. ഒരു ക്യാനിൽ വെള്ളം കൊണ്ടുവന്നാൽ മതി, കഴുകി റെഡിയാക്കി. അതല്ലേ ഒരു ചോല അരുവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് അപ്പോൾ കേസ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജൊക്കെ ആക്കി ഷാജേട്ടൻ കുളിച്ച് വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഇനി ഞാനൊന്ന് മേല് കഴുകട്ടെ. മേല് കഴുകിയിട്ട് വേണം നമുക്ക് ഞം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈറ്റിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് നേരം വൈകിയത്. അപ്പോൾ ചാർജ് അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ഞാൻ മേല് കഴുകി വന്നിട്ട് നമുക്ക് രാത്രി സിമ്പിളായിട്ട് ഫുഡ് റെഡിയാക്കാം. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. കുക്കറിൽ വേഗം ഇട്ടിട്ടാണ് കുളിക്കാൻ വേണ്ടി പോയതാണ്. വന്നപ്പോഴേക്കും അത് റെഡിയായി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കേണ്ട സാധനങ്ങളിലേക്കുള്ള ചെറുള്ളി കുറച്ചധികം, വറ്റൽമുളക്, വേപ്പില, പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം കഴിയും പരിപാടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, കണ്ണൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ല, ഫുഡാണ് പറഞ്ഞത്. അപ്പോൾ പൂജയ്ക്ക് കണ്ടുകൂടാത്ത ഒരു സാധനവുമാണ്. അപ്പോൾ ആ ഒരു സാധനമല്ല, ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി വെച്ചു ഇത് ചൂടാകണം അല്ലേ? പൂജയ്ക്ക് എന്താ ഇഷ്ടമല്ലാത്ത? അറിയില്ല, നല്ലത് അത്ര ഇഷ്ടമൊന്നല്ല. ഇതെന്താവോ പെണ്ണിനെ ഞെളിച്ചിത്തരം അതന്നെ അതന്നെ വലിയ ആളാ. വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ പാകത്തിന്. കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കേട്ടോ. അപ്പം അത് ഒഴിച്ചു. ഇനി കുറച്ച് കടുക് പൊട്ടിക്കാം. ഇത് എല്ലാവർക്കും അറിയാം കേട്ടോ. ഉള്ളിച്ചോറാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ 2 എന്താ നമ്മുടെ വെളുത്തുള്ളി കൂടെ ഇടുകയാണെങ്കിൽ അടിപൊളിയാണേ. പക്ഷെ ഞാൻ ഉണ്ടാക്കേണ്ട വെള്ളമൊന്നും ഭയങ്കര ക്ഷീണമുണ്ട്. ഇന്നലെ ഉറപ്പ് ശരിയായിട്ടില്ല. അപ്പോൾ കൂടെ ആയിട്ട് എനിക്ക് വയ്യല്ല ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പം അത് കാരണം ഇന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് ഫുഡാക്കാൻ വിചാരിച്ചു. പിന്നെ മിഞ്ഞാന്ന് ചിക്കൻ ഉണ്ടായിരുന്നു, ഇന്നലെ ചിക്കനായിരുന്നു. ഇന്നലെ ചിക്കനായിരുന്നു. പക്ഷെ ഇതിലേക്ക് എഗ്ഗ് ബോയിൽ ചെയ്താൽ നല്ലത്. ഇന്നായിരുന്നു മുട്ട മസാല അടിപൊളിയാ, ഓംലെറ്റ് അടിപൊളിയാ. ഓക്കെ, എനിക്ക് പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ അച്ചാറും ഇതും എനിക്ക് നല്ല അച്ചാറ് ഉള്ളിച്ചോറ്. ഞാൻ ചെറുതിനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ സാധനം. ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല, ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ ചെറുതിൽ ബിരിയാണി അറിഞ്ഞത് അറിയോ? അമ്മമ്മ ഉണ്ടാക്കി തന്നിരുന്നു അതിങ്ങനെ, എന്നിട്ട് ബിരിയാണി പോലെ അങ്ങോട്ട് ആക്കി തരും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടം. ഇവിടെ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങിയതോ ഈ പറഞ്ഞോളം ഓംലെറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലീനാ. വേപ്പില നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ്. ഇത് നമ്മുടെ നാടൻ വേപ്പില കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. അപ്പം അതുകൊണ്ടാണ് പ്രശ്നമില്ല. അതും ഇട്ട് കൊടുക്കും.
ആദ്യം ഇതൊന്ന് നല്ലോണം ഒന്ന് മുരിയട്ടെ കേട്ടോ. കുറച്ച് കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി മതി. അതിട്ട് കൊടുത്തു. ഇനി ചോറിടാം. പൂജയ്ക്ക് വേണ്ടാന്നാണ് പറയുന്നത് അല്ലേ? ഇതിൽ ചോറ് വെച്ചാൽ പോരെ? ആ മതി, മതിയോ? കുറച്ച് മതി. നീ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പാകത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ മിക്സ് ആക്കുക. ഉള്ളിച്ചോറ് റെഡി. സംഗതി സൂപ്പറായിട്ടുണ്ട്. ഇതാണ്ടോ നമ്മുടെ ചോറൊന്നും കൂടെ ചൂടുള്ള ചോറായതുകൊണ്ട് പിന്നെ ഒരുപാട് നേരത്തെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മതിയേ. ഉപ്പുണ്ടോന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഓണത്തിനോട് പറയുന്നു നെല്ലുക. ചോറ് അങ്ങോട്ട് റെഡിയായി. ഇതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് കട്ടൻ ചായ. ഓക്കെ. അപ്പോൾ ഫുഡൊക്കെ ആയിട്ട് ഇനി നമ്മൾ മാമുണ്ണാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതിപ്പോൾ മീൻ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടമുള്ള ഫുഡായതുകൊണ്ട് നല്ല താല്പര്യത്തിലായിട്ടാണ് ഞാൻ വിളമ്പുന്നത് കേട്ടോ. പൂജയ്ക്ക് വലിയ ഒരു സുഖമൊന്നുമില്ല. ആളെന്തെങ്കിലും തട്ടിക്കൂട്ടി തൈരും കാര്യങ്ങളൊക്കെ കണ്ടെടുത്ത് കഴിച്ചോളും. അങ്ങനെ ചോറും നമ്മുടെ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കണ്ണൻകുട്ടി ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവന് വിശന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോരുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വിശന്നുണ്ടായിരുന്നു. ഞാനൊരു കട്ടനും കൂടെ ഇട്ടു. എനിക്ക് ഇതിൻ്റെ കൂടെ കട്ടൻ കുടിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുക്കാതെ കണ്ടു. പക്ഷെ അതിൻ്റെ ഫെയർ ലെവലിൽ തേക്കാൻ പോയത് ഗൈസ്. വെറുതെ ഫെയർ ലെവൽ ഇപ്പൊ പെട്ടെന്ന് ഗുമ്മായിക്കോട്ടെ വീഡിയോ കേൾക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നല്ലൊരു വീഡിയോ ആണ് കാണാൻ എല്ലാവരും.